ആ ഒരു പിക്കപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പ്ലീസ് ഓപ്പൺ ദ സൺറൂഫ്. Opening the sunroof. Please close the sunroof. Closing the sunroof. അത് മാത്രം ക്ലോസ് ചെയ്യുള്ളൂ. നമ്മൾ ജസ്റ്റ് ഇത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഹ്യുണ്ടായി എക്സ്റ്റർ ആണ്. അതായത് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് മിതമായ നിരക്കിൽ സാധാരണക്കാർക്കും എത്തിക്കണം എന്നുള്ള ആ ഒരു തോട്ട് വെച്ചിട്ടാണ് നമ്മുടെ ഹ്യുണ്ടായി നമ്മുടെ ഈ ഒരു എക്സ്റ്റർ എന്നുള്ളൊരു മോഡൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊരു എൻട്രി ലെവൽ സെഗ്മെൻറ്റ് SUV എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എ സെഗ്മെൻറ്റ് ക്രോസ് ഓവർ SUV എന്നാണ് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ പേര് വരുന്നത്. ആൻഡ് ചെറിയ വിലയ്ക്ക് കൂടുതൽ ഫീച്ചേഴ്സോട് കൂടെ കൂടുതൽ ആളുകളിലേക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു തോട്ട് വെച്ചിട്ടാണ് ഹ്യുണ്ടായി ഇന്ത്യ നമ്മുടെ എക്സ്റ്റർ എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ഹ്യുണ്ടായി എക്സ്റ്ററിനെ കുറിച്ചാണ്. എല്ലാവർക്കും ഓട്ടോപ്രമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട് ഡിസൈൻ തന്നെ എക്സാക്ട്ലി ഒരു SUV ക്യാരക്ടറോട് കൂടിയുള്ളതാണെന്ന് തീർച്ചയായിട്ടും പറയാം. ഫ്രണ്ട് ഡിസൈനിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഡിസൈൻ സിഗ്നേച്ചറായിട്ട് നിൽക്കുന്ന ആ ഒരു H ലോഗോയാണ്. ഹ്യുണ്ടായിയുടെ H എന്നാണ്. അതിൽ തന്നെ ചെറിയൊരു ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. LED DRLs ആണ് അവിടെ ഉള്ളത്. ആൻഡ് ഹ്യുണ്ടായിയുടെ വലിയ ഒരു ലോഗോ ഇവിടെ കാണാം. ആൻഡ് അത് സ്ട്രിപ്പ്, ഒരു ചെറിയൊരു ബ്ലാക്ക് സ്ട്രിപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ എക്സ്റ്റർ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡറിൽ കണ്ടതുപോലെയുള്ള ഡിഫൻഡർ അതുപോലെ തന്നെ ഒരു ലെറ്ററിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പ്രൊജക്റ്റഡ് ബൈ ഫംഗ്ഷൻ ഹെഡ് ലാംപ്സ്. ഇപ്പോൾ ഈ ഹെഡ് ലാംപ്സുകളൊക്കെ താഴെയായതുകൊണ്ട് തന്നെ നമുക്ക് ഫോഗ് ലാംപ്സിൻ്റെ ഒക്കെ ഒന്നും ആവശ്യം വരുന്നില്ല. ആൻഡ് അതൊരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പാരാമെട്രിക് ഗ്രില്ല് ഇവിടെയാണ്. ആൻഡ് അതിൽ ചെറിയൊരു ലെൻസ് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്കിവിടെ ഉള്ളിലേക്ക് കാണാം. ആൻഡ് ഇവിടെ ചെറിയൊരു എയർ ഡാമർ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്കിഡ് പ്ലേറ്റ്സ്, അതിനൊരു ബ്രഷ്ഡ് ഫീൽസിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ആ ഒരു വ്യൂ. നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ചെറിയ ലൈൻസുകളൊക്കെ നമ്മുടെ ബോൺസിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹൈലൈറ്റ് നിൽക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു DRL ആണ്. ഞാൻ ഇനി സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വീൽസ് വരുന്നത്. 15 ഇഞ്ച് വീലാണ്. 175 65 15 ഇഞ്ചാണ്. അതിലൊക്കെ ചെറിയ ചെറിയ ക്ലാഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സൈഡിലും നമ്മുടെ ബോഡി കളർ ഡോർ ഹാൻഡിൽസ് ആണ് നൽകിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ ചെറിയൊരു LED ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അത് ബ്ലാക്ക് വിത്ത് ബോഡി കളറാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അവിടെയൊക്കെ ചെറിയ ചെറിയ ക്ലാഡിങ്സ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൂടുതൽ ഗാംഭീര്യം SUV ലുക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ലൈൻസുകളൊക്കെ മാറി വരുന്നുണ്ട്. ആൻഡ് റിയറിലെ വീല് ഇതാണ്. 175 65 15 ഇഞ്ച് വീലാണ് റിയറിൽ കൊടുത്തിട്ടുള്ളത്. എന്നതാണ് നമ്മുടെ ഫ്യൂൾ ടാങ്കിൻ്റെത്. ആൻഡ് ഇവിടെയൊക്കെ നമ്മൾ ഫ്രണ്ടിലാണ് കണ്ട പോലെ അതുപോലെ തന്നെ ഒരു എലമെൻറ്റ് നമുക്കിവിടെ പില്ലറിലും കാണാം. ആൻഡ് വൈഡായിട്ടാണ് നമ്മുടെ റിയർ വിൻഡോസൊക്കെ നൽകിയിട്ടുള്ളത്. ഇനി റിയറിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ നേരത്തെ ഫ്രണ്ടിൽ കണ്ടതുപോലെയുള്ള ആ ഒരു H ഡിസൈനിലുള്ള ബ്രേക്ക് ലൈറ്റ്സിലെ DRLs കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ ഉള്ളിലൊരു ഹാലജൻ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് കാര്യങ്ങൾ, ലൈറ്റ്സുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ എക്സ്റ്റർ എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ വേറെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കണ്ടതുപോലെയുള്ള ആ ഒരു ഡിസൈൻസിലുള്ളതുപോലെ തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മുടെ ഹ്യുണ്ടായിയുടെ ലോഗോ കൊടുത്തിട്ടുള്ളത്. റിയർ വൈപ്പേഴ്സ് നൽകിയിട്ടുണ്ട്. ബ്രേക്ക് ലാംപ്സ് ഉണ്ട്. ഒരു ഷാർഫിൻ ആൻറ്റിന വിത്ത് റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഫോഗർ ലൈൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ചെറിയൊരു സ്ക്രിപ്റ്റ് പ്ലേറ്റ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ എക്സോസ് നൽകിയിട്ടുള്ളത്. SX എന്നുള്ളൊരു വേരിയൻറ്റിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് എന്നുള്ളൊരു സിമ്പിളോടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിയറിലുള്ള ആ ഒരു വ്യൂ. ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് പറയുന്നുണ്ടെങ്കിൽ 3815 മില്ലിമീറ്റർ ആണ്. അതായത് 4 മീറ്റർ താഴെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത്. വിഡ്ത്ത് 1710 മില്ലിമീറ്റർ ആണ്. ഹൈറ്റ് 1631 മില്ലിമീറ്റർ ആണ്. ഇനി വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 2450 മില്ലിമീറ്റർ ആണ് വീൽ ബേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ലെഗ് സ്പേസ് ഉള്ളിലുണ്ട്. ഇനി ഫ്യൂൾ ടാങ്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 37 ലിറ്റേഴ്സ് ആണ് വരുന്നത്. ഇനി നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യാം. 391 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി. ചെറിയൊരു ലാമ്പ് അവിടെ നൽകിയിട്ടുണ്ട്.
ഒരു ഹുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി താഴെ ചെറിയൊരു സ്പെയർ വീലും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റിയറിൽ ഒന്ന് കയറി നോക്കാം. റിയർ ഡോർ ഹാൻഡ്സിൽ അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് പവർ വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ളത്, ലോക്ക് അൺലോക്കിൻ്റെ കാര്യങ്ങൾ, ചെറിയൊരു ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ സ്പീക്കേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഇവിടെയും ചെറിയ ചെറിയ എലമെൻസുകൾ. ഇതാണ് നമ്മുടെ ആ ഒരു വിൻഡോ. അത്യാവശ്യം നല്ല വീതിയുള്ള വിൻഡോസാണ്. ഇതാണ് നമ്മുടെ സീറ്റ്സ്. റിവർ ചെറിയൊരു പാർസൽ നൽകിയിട്ടുണ്ട്. ഇനി കയറി ഇരുന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് എത്രത്തോളം ലെഗ് സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഇവിടെ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു ചാർജിങ് സ്ലോട്ടും അവിടെ നൽകിയിട്ടുണ്ട്. നല്ല സപ്പോർട്ട് ഉള്ള സീറ്റ്സുകളാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ധാരാളം ലെഗ് സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിലുണ്ട്. സി എത്രത്തോളം നമുക്ക് ഇവിടെയും സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് കിട്ടുന്ന കാഴ്ച. കുറച്ചുകൂടി ലീൻഡായിട്ട് നിൽക്കേണ്ടി വരും എന്നുള്ളൊരു തോന്നലുണ്ട്. ഇതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കാഴ്ച. എങ്ങനെയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇനി ഫ്രണ്ടിലേക്ക് പോവാം. ഫ്രണ്ടിലെ ഡോറിൽ നമുക്കിവിടെ മിറർ കൺട്രോൾ ചെയ്യാം, ഡോറ് അൺലോക്ക് ചെയ്യാനുള്ളത്, ലോക്ക് ചെയ്യാനുള്ളത്, പിന്നെ വിൻഡോസിൻ്റെ കൺട്രോൾ കാര്യങ്ങൾ. ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്പീക്കേഴ്സിൻ്റെ ആ ഒരു ഡിസൈൻ. ആ ഡിസൈൻ അതുപോലെ തന്നെ ഇവിടെയും ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്ററിൻ്റെ ലോഗോയുടെ ഫ്ലോർ മാറ്റ് ഇവിടെ ഉണ്ട്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അതിന് മുമ്പ് സീറ്റ്സിനെ കുറിച്ചാണെങ്കിൽ ഫാബ്രിക് പ്ലസ് ലെതർ സീറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല കംഫർട്ടാണ്. നിങ്ങൾക്ക് കൂടെ കാണുന്നുണ്ടാവും. നമുക്ക് അത്രത്തോളം സപ്പോർട്ട് നമുക്ക് ഈ ഒരു സീറ്റിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഗ്ലോ ബാക്സ് നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു AC വെൻസിൻ്റെ ഡിസൈന് അവിടെ റൗണ്ട് ആണെന്നെങ്കിൽ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ടൈപ്പാണ്. അത് ഇതിൽ നിന്ന് കാണുന്നുണ്ട്. ആ ഒരു കളർ നമ്മുടെ ബോഡി കളറാണ്. നമുക്ക് ഇവിടെ ഒരു റിങ്ങിലൊരു കളർ നൽകിയിട്ടുള്ളത്. 6 എയർ ബാഗ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ AC വെൻസിൻ്റെത്. ഹസാർഡ് വാർണിങ്ങിൻ്റെ അവിടെ നൽകിയിട്ടുണ്ട്. AC കൺട്രോൾ ചെയ്യാനുള്ളത്. നമ്മുടെ 8-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ലഭിക്കുന്നത് ടച്ച് സ്ക്രീനാണ്. ഇവിടെ ചെറിയൊരു ബട്ടൺസ് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ നൽകിയിട്ടുള്ളത്. ഇവിടെ ഇത് വോളിയത്തിൻ്റെ ഒക്കെ എല്ലാ കൺട്രോൾസും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. AC-യുടെ ഫുൾ കൺട്രോളിങ്സ് നമുക്ക് ഇവിടെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ടൈപ്പ് C, ഒരു USB, പിന്നെ ഒരു 12 വോട്ടിൻ്റെ മറ്റൊരു USB ഇവിടെ നൽകിയിട്ടുണ്ട്. ആക്ച്വലി നമുക്കിതിവിടെ ഊരിയെടുക്കാം. ഇതാണ് നമ്മുടെ വയർലെസ് ചാർജിങ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഗിയർ നോബ്സ്, റിയർ, ന്യൂട്രൽ ഡ്രൈവ് മോഡൽ നമുക്കുള്ളത്. M വരുന്നുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് മാനുവലാണ്. അതിൻ്റെ വേറൊരു സിസ്റ്റം കൂടെ ഇവിടെ ഉണ്ട്. അത് നമ്മുടെ സ്റ്റിയറിംഗ് വീലുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ചെറിയ 2 കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട്. ഒന്ന് ചെറുതും ഒന്ന് വലുതും. ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. അത് നമ്മുടെ ഹാൻഡ് ബ്രേക്സ്. ഇവിടെ ചെറിയൊരു ആംബ്രസ്റ്റ് നൽകിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ. ഇതിൽ നമ്മുടെ വോളിയം കൺട്രോൾ ചെയ്യൽ എല്ലാ കൺട്രോളിങ്ങും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വോയിസ് അസിസ്റ്റൻ്റ്. പ്ലീസ് ഓപ്പൺ ദ സൺറൂഫ്. Opening the sunroof. Please close the sunroof. Closing the sunroof. അത് മാത്രം ക്ലോസ് ചെയ്യുള്ളൂ. നമ്മൾ ജസ്റ്റ് ഇത് വേറെ ക്ലോസ് ചെയ്യണം. ഇതാണ് നമ്മുടെ മേലെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം നമ്മുടെ സൺറൂഫിൻ്റെത്. ഇവിടെ നമ്മുടെ മിറേഴ്സ് അവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ മിറേഴ്സ് ഒന്നും നൽകിയിട്ടില്ല. മിറർ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് ഇത്. കണ്ടോ, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 ക്യാമറാസ് നൽകിയിട്ടുണ്ട്. നമ്മുടെ മലയാളികൾക്ക് തമ്മിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാമല്ലോ ആര് ഭാഗത്താണ് തെറ്റ്, ആര് ഭാഗത്താണ് ശരി എന്നുള്ളത്. അതൊരു പരിധി വരെ പ്രശ്നങ്ങളൊക്കെ കുറക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്. ഒരു പക്ഷേ നല്ല കാര്യമാണ്. അപ്പം ഇനി ഇവിടെ നമ്മുടെ മറ്റ് കൺട്രോൾസൊക്കെ നമ്മൾ ലൈറ്റ് കൺട്രോളിങ്ങിൻ്റെ നൽകിയിട്ടുണ്ട്. വൈപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൺട്രോൾ ചെയ്യാം. ഒരു 8-inch ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നൽകിയിട്ടുള്ളത്. ഇതും 8 ഇഞ്ചാണ്. മറ്റൊരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതില്ലേ, ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആയിട്ട് വരുന്നതാണ് ഇത്. നമ്മുടെ പാഡൽ ഷിഫ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. ഇതൊരു AMT ഗിയർ ബോക്സ് ആണ്. ഒരു 5 സ്പീഡ് AMT ഗിയർ ബോക്സ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിലുള്ളത്. അത് കൂടുതൽ കൺട്രോൾ ചെയ്യാനും നമുക്ക് ഡ്രൈവിംഗ് സുഖകരമാക്കാനും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓൺ. ഇതിൻ്റെ എൻജിൻ ബേ ഒന്ന് നോക്കാം. അതിനു മുമ്പ് ഇവിടെയാണ് നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺ നൽകിയിട്ടുള്ളത്. ഇവിടെ മറ്റ്
360 വ്യൂയുടെ ആണെന്ന് തോന്നുന്നു. യെസ്, റിയർ വ്യൂ ക്യാമറ നമുക്കിവിടെ കാണാം. ആക്ച്വലി നമ്മുടെ റിവേഴ്സിലിട്ടാലും നമുക്കത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ എൻജിൻ റൂം ഒന്ന് കാണാം. ഇവിടെ സ്മാർട്ട് ഓട്ടോ എന്നുള്ളൊരു ബാഡ്ജിങ് കൊണ്ട് നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു എൻജിൻ റൂം. കാപ്പ 1.2 ലിറ്റർ എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വാഹനത്തിലുള്ളത്. അതിനകത്ത് തന്നെ 2 വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു വാഹനം ലഭ്യമാണ്. ഒരു 1.2 ലിറ്റർ കാപ്പ പെട്രോൾ എഞ്ചിനും ഒരു 1.2 ലിറ്റർ കാപ്പ പെട്രോൾ പ്ലസ് CNG എഞ്ചിനും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭ്യമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ 1.4 ലിറ്റർ പെട്രോൾ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് 81 ഹോഴ്സ് പവറാണ്. 114 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഈ ഒരു വാഹനം ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു CNG വേർഷൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതിൻ്റെ പവർ 68 ഹോഴ്സ് പവറാണ്. അത് തന്നെ 95.2 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ആ ഒരു വാഹനം ലഭിക്കുന്നുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് നമ്മളെ ബോണറ്റ്. അത് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റി സൂചിപ്പിക്കുന്നുണ്ട്. ആൻഡ് 6 എയർ ബാഗ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ആൻഡ് ലുക്ക് വൈസിലും ഇനി ഫീച്ചേഴ്സിൻ്റെ ബേസിലും എല്ലാം കൊണ്ടും ഈ ഒരു സെഗ്മെൻറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വാഹനം പോകുന്നുണ്ട്. അത്രത്തോളം സെയിൽസ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു മോഡൽ പോകുന്നുണ്ട്. അത് മറ്റൊരു കാര്യമാണ്. ആൻഡ് ഇനി ലുക്സിലാണെങ്കിലും പിന്നെ ഹ്യുണ്ടായുടെ ഡ്രൈവ് ക്വാളിറ്റി നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു ഡ്രൈവ് നമുക്കൊന്ന് പോയി നോക്കാം. ആൻഡ് നമ്മുടെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് AMT ഗിയർ ബോക്സ് ആണുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഫസ്റ്റ് ഗിയറിന് സെക്കൻഡ് ഗിയർക്ക് മാറുമ്പോൾ ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു 70% വരെ നമ്മുടെ ഈ ഒരു പാഡൽ ഷിഫ്റ്റേഴ്സ് കൊണ്ടുവന്നപ്പോൾ നമുക്കതിൽ കൂടുതൽ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ആൻഡ് അതിനാണ് നമ്മുടെ പാഡൽ ഷിഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ് നമുക്കിതിൽ. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സേഫ്റ്റി റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വേരിയൻസിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് പിന്നെ മറ്റു കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റേഴ്സിലായിക്കോട്ടെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലായിക്കോട്ടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് കാര്യങ്ങളും കൂടുതൽ ഇൻഫോസ് നമുക്ക് ഇത് രണ്ടും 8 ഇഞ്ചാണ് നമുക്ക് സ്ക്രീൻസ് ലഭിക്കുന്നുള്ളത്. ആൻഡ് ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ D3 തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 5 ഗിയേഴ്സാണ് നമുക്ക് വരുന്നത്. അതിൽ 5 മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, പിന്നെ AMT വരുന്നുണ്ട്. 2 എഞ്ചിൻ ഓപ്ഷൻസാണ്. ഒരു 1.2 ലിറ്റർ കാപ്പ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അത് പെട്രോളും വരുന്നുണ്ട്, പിന്നെ ഒരു CNG പെട്രോൾ വേറൊരു വേരിയൻറ്റും വരുന്നുണ്ട്. 1197 cc ആണ് വരുന്നത്. ആ ഒരു പിക്കപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്രത്തോളം പിക്കപ്പ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. നല്ലൊരു ബ്രേക്കിംഗ് പവർ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രൈസിങ് റേഞ്ച് പറയാമെന്നുണ്ടെങ്കിൽ 7 lakhs തൊട്ടാണ് നമുക്ക് ബേസ് വേരിയൻറ്റ് വരുന്നത്. ആൻഡ് അത് നമുക്ക് അറ്റ് ദ ടോപ്പ് വരുന്നുണ്ടെങ്കിൽ 12 ലക്ഷം വരെയാണ് നമുക്ക് ആ ഒരു ഇത് വരുന്നത്. ആൻഡ് നമ്മുടെ പാഡൽ ഷിഫ്റ്റേഴ്സ് അത്രത്തോളം ക്വിക്ക് റെസ്പോൺസീവാണ്. ആൻഡ് ഡ്രൈവിംഗ് ആണെങ്കിലും സ്റ്റിയറിംഗ് കംഫർട്ട് ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഹ്യുണ്ടായി എത്തിച്ചിട്ടുണ്ട്. അത് മറ്റൊരു കാര്യമാണ്. ഡൗൺ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സ്കൂളായിട്ട് പോകുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹ്യുണ്ടായി എക്സ്റ്ററിൻ്റെ ചെറിയ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആൻഡ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ആൻഡ് ഇനിയും ഒരുപാട് വാഹനങ്ങളുടെ റിവ്യൂസ് നമ്മൾ വരുന്നുണ്ട്. ആൻഡ് ഇതുവരെ നമ്മൾ സൗദിയിലായിരുന്നെങ്കിൽ ഇനി നമ്മളെ കളി കേരളത്തിലാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും. അണ്ടിൽ വി മീറ്റ് അഗൈൻ. ബൈ ബൈ.